തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശിയായ 42-കാരൻ ശ്രീകാന്ത് അർബുദത്തെ തരണം ചെയ്തത് 2 തവണയാണ്. ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം 2 തവണ രക്ഷപ്പെട്ടപ്പോഴേക്കും സാമ്പത്തികം തകിടം മറിഞ്ഞു. ഇതിനിടെയാണ് മൂന്നാമത് വീണ്ടും കരളിൽ അർബുദം സ്ഥിരീകരിച്ചത്. രണ്ടാമത് ഇനി എനിക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി കീമോതെറാപ്പി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കീമോതെറാപ്പി ചെയ്യാൻ വേണ്ടി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലിവറിൻ്റെ വലത് സൈഡിലായിട്ട് വീണ്ടും മുഴകൾ ട്യൂമർ വരുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ വിലയുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലൊന്നുമല്ല. 2 വർഷം മുൻപ് കടുത്ത വയറുവേദനയെ തുടർന്ന് ശ്രീകാന്തിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിലാണ് കരളിൽ അർബുദമാണെന്ന് അറിയുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കി. പാൻക്രിയാസിലും ലിവറിലും കണ്ടെത്തിയ വളർച്ചകൾ നീക്കം ചെയ്തു. തുടർ ചികിത്സയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ശ്രീകാന്തിനെ ക്യാൻസർ വരിഞ്ഞു മുറുക്കുന്നതായി മനസ്സിലാക്കിയത്. ഒരു ഇഞ്ചക്ഷന് തന്നെ 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ വില വരും. അത് 3 ആഴ്ച കൂടുമ്പം 1 വർഷം വരെ എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്കും ഒരു രോഗമുണ്ട്. എൻ്റെ 2 ലങ്സും ഡാമേജ് ആണ്. അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഞങ്ങൾക്ക് 2 കൊച്ചുമക്കളാണ്. ഇനി ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഞങ്ങൾ ഇതിനു വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ഞങ്ങളിൽ വേറെ ഒന്നുമില്ല. ആകെ അവശേഷിക്കുന്ന വീടും സ്ഥലത്തിന്റെയും പ്രമാണം ചികിത്സാ ആവശ്യങ്ങൾക്ക് ബാങ്കിൽ പണയത്തിലാണ്. കരാർ അടിസ്ഥാനത്തിൽ ജോലി നോക്കി വന്നിരുന്ന ശ്രീകാന്തിന്റെ ഭാര്യ പൂജലക്ഷ്മിയുടെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം മുന്നോട്ട് പോയത്. ദിനംപ്രതി രോഗം മൂർച്ഛിച്ചു വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ചികിത്സ പുനരാരംഭിക്കുക മാത്രമാണ് ഇവർക്ക് മുൻപിലുള്ള പോംവഴി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.